മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പ് ഓർമ്മയായി. അദ്ദേഹം തന്നെ നാമകരണം ചെയ്ത ശാന്തി കവാടത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. മലയാളത്തിന്റെ കാവ്യ തേജസ്സിന് ഏറ്റവും ഉചിതമായ യാത്രയയപ്പാണ് സാംസ്കാരിക കേരളം നൽകിയത്. കേരളത്തിന്റെ പരിച്ഛേദം തന്നെ ONVക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ശാന്തി കവാടത്തിലേക്ക് എത്തി. 84 ഗായകർ ചേർന്ന് മലയാളികൾക്ക് പ്രിയങ്കരമായ ONVയുടെ ഗാനങ്ങൾ ആലപിച്ച് ഗാനാർച്ചന നടത്തി. രാവിലെ 9:30 വിലാപയാത്രയായാണ് ONV കുറുപ്പിന്റെ മൃതദേഹം ശാന്തി കവാടത്തിലേക്ക് എത്തിച്ചത്. എല്ലാ യാത്രകളിലും കവിയെ അനുഗമിച്ചിരുന്ന ഭാര്യ സരോജിനി വിതുമ്പലടക്കാൻ കഴിയാതെ അവസാന യാത്രയിലും ഒപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, സ്പീക്കർ N ശക്തൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, KPCC അധ്യക്ഷൻ VM സുധീരൻ, മന്ത്രിമാർ, MLA മാർ തുടങ്ങി രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലയിലെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ജന്മദേശമായ ചവറയിൽ നിന്നുൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100-ലേറെ പേർ ശാന്തി കവാടത്തിലെത്തി. ചടങ്ങുകൾക്ക് ശേഷം സംസ്ഥാന സർക്കാരിന്റെ ആദരവ്. രാവിലെ വസതിയായ ഇന്ദീവരത്തിലും നിരവധി പേർ ONVയെ കാണാനെത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഗാനഗന്ധർവൻ യേശുദാസും മഹാകവിക്ക് പ്രണാമമർപ്പിച്ചു. മലയാളത്തിന്റെ കാവ്യസൂര്യൻ അക്ഷരാർത്ഥത്തിൽ മൺമറഞ്ഞിരിക്കുന്നു. എങ്കിലും ആയിരക്കണക്കിന് വരികളിലൂടെ മലയാളികൾക്ക് എന്നും അനശ്വരനായിരിക്കും അദ്ദേഹം. ശാന്തി കവാടത്തിൽ നിന്നും ക്യാമറാമാൻമാരായ ഷൈജു ചാവശ്ശേരിക്കും ആനന്ദ് ആലന്തറയ്ക്കും റിപ്പോർട്ടർ PP ജസീമിനുമൊപ്പം കൃപാനാരായണൻ, മീഡിയ 1.